ഈ ശബ്ദവേദിക്കുള്ളിൽ ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കേരള ഗോസ്പൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്രയാണ് ഈ പ്രദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേകാൽ ഈ പ്രദേശത്ത് കടന്നു വരുവാനും നിങ്ങളെ കാണാൻ സാധിച്ചതൊക്കെ വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഈ പ്രദേശത്തെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന ഈ ധർമ്മത്തില് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വേദന എന്ന് പറഞ്ഞാൽ, കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഓരോ ദിവസവും നാം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും മനുഷ്യന് സമാധാനമില്ല, സന്തോഷമില്ല. അങ്ങനെ മനുഷ്യൻ ഓരോ ദിവസവും അവരുടെ ജീവിതം എന്തായി തീരുമെന്ന് ഓർത്തുകൊണ്ട് അവൻ മുന്നോട്ട് കടന്നു പോകുകയാണ്. ഈ സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യൻ അവൻ മദ്യത്തിൽ അവൻ ആശ്രയിക്കുവാൻ ആരംഭിച്ചു, മയക്കുമരുന്നിൽ ആശ്രയിക്കുവാൻ ആരംഭിച്ചു, കഞ്ചാവിൽ ആശ്രയിച്ചു. അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ തന്റെ ജീവിതം നഷ്ടപ്പെട്ടവനായി ആയിക്കഴിഞ്ഞപ്പോൾ അല്പവിഷത്തിന്റെ അകത്തോ അല്പ കയറിന്റെ അകത്തോ ഈ ലോകത്തെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുന്ന എത്ര കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവന്റെ മദ്യപാനമാണ്. അവൻ ഏതെങ്കിലും ഒരു ലഹരി പദാർത്ഥത്തിന് അവൻ അടിമയായിരിക്കും. ആ അടിമയായ മനുഷ്യന് രക്ഷപ്പെടാൻ മാർഗമില്ലാതെ ആയിരിക്കുന്ന ഒരു വലിയ സമൂഹത്തിന് മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ കേരളത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം. നമ്മുടെ കേരളത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷം നമുക്ക് തോന്നി. ഒരു കാലം നമുക്കുണ്ടായിരുന്നു. നമ്മൾ പണ്ട് പഠിച്ചതുപോലെ മഹാബലി ഈ നാട് വാണിരുന്നു, മനുഷ്യരെല്ലാം ഒന്നുപോലെ ആയിരുന്നൊക്കെ പാടിയ ചില കാലങ്ങൾ നമ്മുടെ പുറകിലുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ച മനുഷ്യന് കേരളത്തിൽ നാടെന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ നാടെന്നാണ് പറയപ്പെട്ടത്. എന്നാൽ ഓരോ ദിവസവും ഓരോ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ കേരളം ഒരു ഭ്രാന്താലമായി മാറിയിരിക്കുകയാണോ? നിസ്സാരം ഒരു ചായക്ക് വേണ്ടി പറഞ്ഞപ്പോൾ താമസിച്ചെന്ന കാരണത്താൽ സ്വന്തം മരുമകളെ വെട്ടിക്കൊന്ന മാതാവ് താമസിക്കുന്ന കേരളം തീർന്നില്ല. അങ്ങനെ കൊലപാതകങ്ങൾ കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞ ഓരോ ദിവസവും നമ്മുടെ കേരളം വലിയ ഭ്രാന്താലമായി ഇരിക്കുകയാണ്. ഇവിടെ നിന്ന് മനുഷ്യന് ഒരു മാറ്റം ആവശ്യമല്ലേ? ഇവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടണ്ടേ? തീർന്നില്ല. ഏത് സ്ഥലത്ത് നോക്കിയാലും മനുഷ്യന് സമാധാനമില്ല. സമാധാനമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. സമാധാനം നഷ്ടപ്പെട്ടാൽ മനുഷ്യന് അടുത്ത പരിപാടി അവന്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുന്ന ഒത്തിരി സ്ഥലങ്ങളെ നമുക്ക് കാണാൻ ഇടവരും. എന്നാൽ ഈ മദ്യത്തിന് ആശ്രയിച്ച മനുഷ്യന് മദ്യത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി അവർ ഒത്തിരി പദ്ധതികളൊക്കെ ചെയ്തു. എന്നാൽ അവസാനം അവർ കണ്ടെത്തി ഇങ്ങനെയാണ്: ഇപ്പൊ നമ്മുടെ ശാസ്ത്രമൊക്കെ വളരെ പുരോഗമി ഉള്ളത് കൊണ്ട് അവരിപ്പം മദ്യപിക്കുന്ന മനുഷ്യനറിയാതെ താൻ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിന്റെ അകത്ത് ഈ ഗുളിക കലക്കി കൊടുക്കും. ഒരാഴ്ച, രണ്ടാഴ്ച, മൂന്നാഴ്ച, ഒരു മാസം കഴിയുമ്പോൾ താൻ മദ്യത്തിൽ നിന്ന് വലിയ മാറ്റം സംഭവിക്കും. ആ കുടുംബം എത്ര സന്തോഷമാണെന്നറിയുമോ സ്നേഹിത? നീ ഒരു ദിവസം മദ്യപിക്കാതെ, കഞ്ചാവ് വലിക്കാതെ, ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥത്തിൽ അടിമയാകാതെ ഒരു ദിവസം നീ ജീവിക്കുമ്പോൾ നിന്റെ കുടുംബം അനുഭവിക്കുന്ന സന്തോഷം വളരെ വിലപ്പെട്ടതാണെന്ന കാര്യം മറന്നു പോകരുത്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. അങ്ങനെ ഗുളികയുടെ ശക്തിയൊക്കെ അങ്ങ് തീർന്നപ്പോൾ വീണ്ടും അദ്ദേഹം മദ്യപാനം ആരംഭിച്ചു. ആദ്യം മദ്യപാനം മാത്രം കൊണ്ട് വിഷയമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പൊ തന്റെ സമനിലയെല്ലാം തെറ്റി ഇപ്പൊ ഒരു മാനസിക രോഗിയെ പോലെ അലയുന്ന എത്ര കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽ ഈ ദേശത്ത് നിന്നുകൊണ്ട്, ഈ ഉടുമ്പൻചോലയുടെ പ്രദേശത്ത് നിന്നുകൊണ്ട് ഇന്ന് പകൽ ഒരു ശക്തമായ കാര്യം വിളിച്ചു പറയാം. ഗുളികയ്ക്ക് കഴിയാത്തത്,
നിന്റെ മദ്യപാനം നിർത്തുവാൻ, നിന്റെ ജീവിതത്തിന്റെ അകത്ത് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നീ ആയിരിക്കുന്നുവെങ്കിൽ അവിടെ നിന്ന് മാറ്റം വരുത്തുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ ഉത്തരം നല്ല വാർത്തയാണ്, സമാധാനത്തിന്റെ വാർത്തയാണ് സുവിശേഷം. ഈ സുവിശേഷം ഒരു മാർഗമാണ്. എന്താണ് ആ മാർഗം എന്ന് ചോദിച്ചാൽ സമാധാനം തരുന്ന മാർഗം, സന്തോഷം തരുന്ന മാർഗം, അപ്പനെയും അമ്മയെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന മാർഗം, നിന്റെ കുടുംബത്തിൽ ഏറ്റവും സന്തോഷമായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം ഒരു വ്യക്തിയെ കുറിച്ചാണ്. ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഇന്ന് പകൽ ഈ ഉടുമ്പൻചോലയുടെ പ്രദേശത്ത് നിന്നുകൊണ്ട് ഇന്ന് പകൽ ചങ്കുറപ്പോടെ ഞങ്ങൾ വിളിച്ചു പറയാം, നാളുകളായി നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നീ ഭാരപ്പെടുന്നുവെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം തരാനും സന്തോഷം തരാൻ കഴിയുന്ന ഒരു മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം ഏതു കാലഘട്ടത്തിലും ഇത് പ്രസംഗിക്കപ്പെടാൻ കാരണമെന്ന് ചോദിച്ചാൽ ഈ സുവിശേഷം ചെന്ന സ്ഥലത്ത് വലിയ സമാധാനം ഉണ്ടായിട്ടുണ്ട്, വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അനേകരെ ആത്മഹത്യയിൽ നിന്ന് പിടിച്ചു മാറ്റിയത് ഈ സുവിശേഷം ചെന്ന സ്ഥലത്തൊക്കെയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സുവിശേഷം ചെന്ന സ്ഥലത്ത് മദ്യപാനത്തിൽ നിന്ന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്, ലഹരിയിൽ നിന്ന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെപ്പോലെ ആളുകളെ ഈ കവലതോറും നിന്നുകൊണ്ട് ഇത് പ്രസംഗിക്കപ്പെടാൻ കാരണമെന്ന് ചോദിച്ചാൽ ഈ സുവിശേഷം ചെല്ലുന്ന സ്ഥലത്തൊക്കെ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ഉടുമ്പൻചോല പ്രദേശത്തും ഞങ്ങൾ പറയുന്നു, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്, അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. എന്താണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം? എന്താണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്തോരം പ്രസംഗിച്ചാലും എന്തോരം പാടിയാലും യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്തെല്ലാം പ്രസംഗിച്ചാലും അതൊരിക്കലും തീർന്നു പോകുന്നതല്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ആരാണ് എന്നൊരു ചോദ്യം നമുക്കൊരു ചോദ്യം ചോദിക്കാം. യേശു ആരാണ്? എന്തുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കാനുള്ള കാരണം? എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഇതുപോലെ പാടുവാനുള്ള കാരണം? ഒന്ന്, യേശു ക്രിസ്തു ആരാണെന്നുള്ള ചോദ്യത്തിന് അനേക ഉത്തരങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ചില ആളുകൾ പറയും യേശു ക്രിസ്തു യോസേപ്പിന്റെ മകനാണ്, യേശു ക്രിസ്തു മറിയയുടെ മകനാണ്, യേശു ക്രിസ്തു അത്ഭുതം ചെയ്യുന്നവരാണ്, യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ചവരാണ്. അങ്ങനെ ഒത്തിരി ഉത്തരങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ യേശു ക്രിസ്തു ആരാന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരം ഇന്ന് പകൽ ദേശത്തോട് വിളിച്ചു പറയും. യേശു ക്രിസ്തു ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം യേശു ക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവാണ് കർത്താവായ യേശു ക്രിസ്തു. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവ് എന്ന് പറയാൻ കാരണം? അത് നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഇവിടെ അനേകം മഹാന്മാർ പിറന്ന നാടാണ് നമ്മുടെ നാട്. നമ്മുടെ കേരളത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അങ്ങനെ നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ട്. പണ്ട് നമ്മുടെ കേരളത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പണ്ട് ഒരു പാട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തെ കുറിച്ചും നമ്മുടെ ദേശത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പാടുമ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഒത്തിരി പേര് പാടാറുണ്ട് നമ്മുടെ കേരളത്തെ കുറിച്ച്. അതിങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ പാടുന്നത്, ഇങ്ങനെയാണ് പാടുന്നത്: മതമെന്ന പേര് ചൊല്ലി മനുഷ്യരെ തമ്മിത്തല്ലി മരിക്കുവാൻ മലയാളം സമ്മതിക്കില്ല, ജാതിയുടെ പേരിൽ ഇത് ചേരിയായി സഹോദരന്മാർ പോരടിക്കാൻ മലയാളം സമ്മതിക്കില്ല, ചോര വീഴ്ത്താൻ കേരളം ഇന്നൊരുക്കമല്ല, ചോര വീഴ്ത്താൻ കേരളം ഇന്നൊരുക്കമല്ല, ആതിരയും അഷ്ടമിയും റംസാനും ക്രിസ്തുമസും ഓണവും കൈപ്പൊങ്കലും ഇന്നോരെ മനസ്സിൽ, ഞങ്ങളുടെ പ്രാണനാണ് മതസൗഹൃദം, ഞങ്ങൾ ഇന്ത്യക്കെന്നുമെന്നും മാതൃകയല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സകല റംസാനും ഓണവും ക്രിസ്തുമസും എല്ലാം ഒരുപോലെ കൊണ്ടാടുന്ന ഒരു ജനതയുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് മലയാളികളുടെ കാര്യം, അതാണ് കേരളത്തിന്റെ അവസ്ഥ. എന്നാൽ അതെല്ലാം മാറി ജാതിയുടെ പേരിലും വർഗത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും മനുഷ്യർ ഇന്ന് തമ്മിലടിയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിലെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, അവരുടെ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പകലില് എന്തുകൊണ്ടാണ് ആ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തിലേക്ക് മനുഷ്യർ മടങ്ങി വരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഇന്ന് പകലില് ചില നിമിഷങ്ങൾ അതിനെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ ഞങ്ങളെ യഥാർത്ഥമായിട്ട് അതിന്റെ മറുപടിയായി പറഞ്ഞാൽ ഞങ്ങൾ പറയും യഥാർത്ഥമായതിന് കാരണം മനുഷ്യന്റെ പാപമാണ്,
മനുഷ്യന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയത്. തന്റെ അമ്മയെ സ്നേഹിക്കാൻ കഴിയാതെ, അപ്പനെ സ്നേഹിക്കാൻ കഴിയാതെ, സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിയാതെ തന്റെ ഹൃദയത്തിലെ സ്നേഹം നഷ്ടപ്പെടുത്താനുള്ള കാരണം മനുഷ്യന്റെ പാപമാണ്. പാപം എന്ന വാക്ക് വിശുദ്ധ ബൈബിളിന്റെ മാത്രം കുത്തകയല്ല സ്നേഹിത. എല്ലാ മതങ്ങളും കേട്ടും കണ്ടും പഠിച്ചും വരുന്ന കാര്യമാണ് പാപം. ഇസ്ലാം വേദം വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: ഇബ്ലീസിനെ കുത്തേൽക്കാത്ത ഒരൊറ്റ വ്യക്തി പോലും ദുനിയാവിലില്ല. തമസോമ ജ്യോതിർഗമയ മൃത്യുമ അമൃതോഗമയ എന്ന് ഹൈന്ദവ വേദം വിളിച്ചു പറയുക. എന്നാൽ വിശുദ്ധ ബൈബിൾ അതിന് തലതര ശൈലി പദം ഇങ്ങനെയാണ്: ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇന്ന് പകലില് മനുഷ്യനെല്ലാം പാപികളാണെന്ന് സ്വയം സമ്മതിക്കുകയാണ് എല്ലാ പ്രാർത്ഥനകളും. എന്നാൽ അവിടെ നിന്ന് മനുഷ്യന് ഒരു മാറ്റം ആവശ്യമാണോ? ആവശ്യമാണ്. പാപം മനുഷ്യനിൽ വന്നപ്പോൾ അവന്റെ സ്നേഹം നഷ്ടപ്പെട്ടു, അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു, അതിന് മാരക രോഗങ്ങൾ അവനെ പിടിച്ചു. എന്നാൽ അവിടുന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അന്ന് മുതൽ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ഈ പാപത്തിൽ നിന്ന് ഒരു രക്ഷ കിട്ടും? പഴയ നിയമകാലം പ്രമാണിച്ചു നോക്കിയാൽ അനേകർ ചെരുപ്പിടാതെ നടക്കുന്നു, അനേകർ മലകൾ കയറുന്നു. പഴയ നിയമകാലത്ത് ഒന്നുകൂടെ മാൽപ്പടിച്ചാൽ കന്നുകാലിനെ, ആടിനെ, കുറുമ്പ്രാവിനെയൊക്കെ യാഗം കഴിച്ചുകൊണ്ട് ദൈവത്തോട് അടുക്കുവാൻ വേണ്ടി മനുഷ്യൻ ചെയ്തിട്ടും യഥാർത്ഥമായിട്ട് ദൈവത്തോട് അടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ അപ്പോഴാണ് കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചത്. എന്തുകൊണ്ടാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കപ്പെടാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, യേശുവിന്റെ ജനനം എന്തിനാണ് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി മരിക്കുവാൻ വേണ്ടി സ്വയം ഇറങ്ങി വന്ന ഒരുവനുണ്ട്. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഡിസംബർ 25 ലോകം മുഴുവനും യേശുവിന്റെ ജനനം കൊണ്ടാടുകയാണ്. എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ കൊണ്ടാടും. പക്ഷേ ചില ദിവസം കഴിയുമ്പോൾ അടുത്ത ദിവസം പത്രത്തിൽ വരുന്ന വാർത്ത ഇങ്ങനെയാണ്: ക്രിസ്തുമസ് കഴിഞ്ഞപ്പോൾ, ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഫലമായി 1000 കോടിയുടെ മദ്യം വിറ്റെന്ന് ബീവറേജ് കമ്മീഷൻ വിടുക. എന്ത് സന്തോഷമാ! പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയും സ്നേഹിത, യഥാർത്ഥമായിട്ട് യേശു നിന്റെ കുടുംബത്തെ ജനിച്ചെങ്കില്, യേശു നിന്നെ ജനിച്ചെങ്കില് നീ മദ്യത്തോട് വിട പറയും, നീ മയക്കുമരുന്നിനോട് വിട പറയും, നീ കഞ്ചാവിനോട് വിട പറയും. അപ്പനെയും അമ്മയും യഥാർത്ഥമായിട്ട് സ്നേഹിക്കണമെങ്കിൽ യേശു നിന്റെ കുടുംബത്തിന്റെ അകത്ത് ജനിക്കണം. ക്രിസ്ത്യാനി എന്നൊരു പേരിന് മാത്രമല്ല, യഥാർത്ഥമായി യേശു നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ജനിച്ചാൽ നിന്റെ ജീവിതത്തിൽ വലിയ സമാധാനം ഉണ്ടാകും. യേശുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ്. അവർ പാടിയത് എങ്ങനെയാണ്? അവര് മാലാഖമാർ ഇങ്ങനെ പാടി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ പ്രസാദമുള്ളവർക്ക് സമാധാനം. യേശുവിന്റെ ജനനം സമാധാനത്തിന് മാർഗം. യേശു ജനിച്ചത് വലിയ സന്തോഷത്തിന് വേണ്ടി യേശു ജനിച്ചത്. ഇന്ന് പകലില് യേശു യഥാർത്ഥമായിട്ട് ഹൃദയത്തിനകത്ത് ജനിക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ യേശു കർത്താവ് ഏകദേശം 33 തിരുവയസ്സ് വരെ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചു. അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ചെയ്തുകൊണ്ട് യേശു തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് കർത്താവ് അത്ഭുത പ്രവൃത്തി ചെയ്തെടുക്കുവാൻ വന്നു. അങ്ങനെ മരിച്ചവരെ ഉയർപ്പിച്ചു, കടലിനെ ശാന്തമാക്കി, അങ്ങനെ അനേക രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട് യേശു തന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് പകൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കപ്പെടുവാൻ എനിക്ക് നൽകുന്ന ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ, യേശു കടന്നു പോകുന്ന വഴിക്ക് 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ യേശുവിനെ കുറിച്ച് അറിഞ്ഞു. അവളെ 12 വർഷമായി അനേക വൈദ്യന്മാരെ കണ്ടു, അനേക ഡോക്ടർമാരെ കണ്ടു. അവളുടെ പൈസ മുഴുവനും ചെലവാക്കിയിട്ടും അവളുടെ രോഗത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. അവൾ അവസാനം ഒരു കാര്യം ഓർത്തു: ഇനി എൻ്റെ ജീവിതത്തിലെ എല്ലാ പരിപാടിയും തീർന്നു, ഇനി അവളുടെ ജീവിതത്തിൽ മരണം മാത്രമേ അവൾ ഓർമ്മയുള്ളൂ. ആ സമയത്ത് ഒരു കാര്യം ഓർത്തു: ആ യേശുവിനെ കുറിച്ച് അവൾ കേൾക്കുവാൻ അവിടെ വന്നു. അവളുടെ നിയമം അനുസരിച്ച് രക്തസ്രാവമുള്ള സ്ത്രീ പാളയത്തിന് പുറത്തായിരിക്കണമെന്ന് നിയമം കർശനമായി നിൽക്കുമ്പോൾ അവൾ ജനങ്ങൾ ആരും അറിയാതെ അവൾ പറഞ്ഞു: യേശുവിനെ അറിയണ്ട, യേശുവിന്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് അവൾ പറഞ്ഞുകൊണ്ട് അനേകർ തിക്കിത്തിരക്കിനിടയിൽ ആ യേശുവിന്റെ വസ്ത്രത്തിൽ വരുന്നത് തൊട്ടുടനെ യേശു ചോദിച്ച ചോദ്യമുണ്ട്: എന്നെ ആരാണ് തൊട്ടത്? അപ്പൊ ഒത്തിരി പേര് പറഞ്ഞു യേശു ഒത്തിരി പേരാണ് തൊട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു: വിശ്വാസത്തോടെ തൊട്ടവൾക്ക്
വേണ്ടി എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇന്ന് പകലൊരു കാര്യം പറയാം. 12 വർഷം രക്തസ്രാവമായ സ്ത്രീ, പാളയത്തിന് പുറത്തായവള്, അശുദ്ധയായ സ്ത്രീ യേശുവിനെ തൊട്ടപ്പോൾ യേശു അശുദ്ധനായില്ല. ഇന്ന് പകലില് ഉടുമ്പൻചോല ദേശത്ത് നിന്ന് ചങ്കുറപ്പുറ വിളിച്ചു പറയാം, യേശുവിനെ പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് നല്ല ആവേശം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ. നീ എത്ര അശുദ്ധനായാലും, നീ എത്ര പാവിയായാലും, യേശുവെ എന്ന് തൊടാൻ നീ തയ്യാറായാൽ, യേശുവെ എന്ന് വിളിക്കാൻ തയ്യാറായാൽ, നിന്റെ പാപത്തെ മാറ്റുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അതാണ് യേശു ക്രിസ്തുവിന്റെ മാർഗമെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. സ്ത്രീ തൊട്ടു, യേശു അശുദ്ധനായില്ല. പക്ഷെ ഒരു സംഭവം നടന്നു. അവളുടെ രക്തസ്രാവം നിന്നു, അവൾ സൗഖ്യം പ്രാപിക്കുവാനിട വന്നു. യേശു പറഞ്ഞൊരു ഈ കാര്യമാണ്, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാം. ഇന്നും പകൽ ദേശത്തോട് പറയട്ടെ, നിന്റെ ജീവിതത്തില് രോഗത്താൽ ഭാരപ്പെട്ട് എല്ലാ ഡോക്ടർമാരും എല്ലാ വൈദ്യന്മാരും നിന്നെ ഉപേക്ഷിച്ച് നിന്റെ ജീവിതം മരണം മാത്രം നീ കാത്തിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകല് ആ യേശുവിന് വേണ്ടി ഒന്ന് ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുക്കുവാൻ എത്ര പേര് തയ്യാറാകും? നിന്റെ പാപം എത്ര കടും ചുമപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അതാണ് യേശു ക്രിസ്തുവിന്റെ മാർഗം. ഹാർദവമായി ഇന്ന് പകല് ഉടുമ്പൻചോല ദേശത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇത് പകൽ ആ യേശുവിന് വേണ്ടി ഹൃദയത്തെ വിട്ടുകൊടുക്കാൻ കഴിയുമോ? ഒരു നിമിഷം നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെ യേശു അത്ഭുതം ചെയ്തുകൊണ്ട് യേശു കർത്താവ് കടന്നു വരികയാണ്. അങ്ങനെ 33 തിരുവയസ്സിലേക്ക് യേശു ക്രിസ്തു മരിക്കണമെന്ന് പിതാവിന് ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണ് യേശു മരിക്കാനുള്ള കാരണം? ഈ അടുത്ത ദിവസം നമ്മളെല്ലാവരും യേശുവിന്റെ മരണത്തിലേക്ക് അടുത്തു വരികയാ. ലോകം മുഴുവനും യേശുവിന്റെ മരണത്തെ കൊണ്ടാടുവാൻ അടുത്തു വരികയാ. എല്ലാവരും പറഞ്ഞെങ്ങനെയാണ്? യേശു മരിച്ചു. എല്ലാവരും നോയമ്പ് നോക്കി യേശുവിന്റെ മരണത്തിനെ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇന്ന് പകൽ ഈ ദേശത്തോട് കാര്യം പറയാം. ഇന്ന് പകലില് യേശു മരിച്ചതില് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരാ ഞങ്ങള്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, യേശു മരിച്ചത് കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം ഉള്ളത് കൊണ്ട് ഇന്ന് പകൽ ഈ ഉടുമ്പൻചോല പ്രദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. എന്താണ് കാരണം? ഒരു കാലത്ത് നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടായിരുന്ന ഞങ്ങളെ, പാപത്തിന്റെ ഏറ്റവും അടിമത്തത്തിൽ കിടന്ന ഞങ്ങളെ രക്ഷിപ്പാൻ ലോകത്തെ ഒരു മാർഗവും ഒരു ശക്തിക്കും കഴിയാതിരിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ അവതരിച്ച് ഞങ്ങളുടെ പാപം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് മരിച്ച ഒരുവനുണ്ടെങ്കിൽ ആ യേശുവിന്റെ മരണമാണ് ഇന്ന് പകൽ ഈ ദേശത്ത് ഞങ്ങൾ നിർത്തുവാനിട വന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മരണത്തില് ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നവരാ. ആ യേശു ക്രിസ്തുവിന്റെ മരണമാണ് ഞങ്ങൾക്ക് വലിയ സമാധാനം നൽകി തരുവാനിട വന്നത്. എന്നാൽ യേശു ക്രിസ്തു മരിക്കണമെന്ന പിതാവിന്റെ ഇഷ്ടമായിരിക്കയാൽ അങ്ങനെ യേശു കർത്താവിനെ അവർ പിടിച്ചു. 5 കോടതിയിൽ മാറി മാറി യേശുവിനെ വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും ആരും യേശുവിന്റെ പേര് കണ്ടില്ല. പാവമില്ലാത്തവൻ ഇന്ന് പകൽ പിന്നെ എന്തിനാണ് പാപമില്ലാത്തവനെ ക്രൂശിക്കുവാൻ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, എന്റെയും നിന്റെയും സകല പാപവും പിതാവായ ദൈവം യേശുവിന്റെ മേലാക്കി. ഇന്ന് പകൽ ഈ പരസ്യമായ സ്ഥലത്തു നിന്നുകൊണ്ട് ഞങ്ങൾ ചങ്കുറപ്പോടെ യേശുവിനെ പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് ആവേശമെന്ന് പറഞ്ഞാൽ, പാപത്തിന്റെ ഏറ്റവും അടിമത്തത്തിൽ കിടന്ന് ഞങ്ങളെ രക്ഷിപ്പാൻ വേറൊരു മാർഗമില്ലായിരുന്നപ്പോൾ കർത്താവ് യേശു താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾ പാവങ്ങളെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് മരിച്ച ഒറ്റ ഒരുവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ചങ്കുറപ്പോടെ ദേശത്ത് പറയും, അവന്റെ പേരാ കർത്താവ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ഞാൻ യേശു കർത്താവിനെ വഴിയോരത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ചങ്കുറപ്പോടെ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് നൽകുന്ന ആവേശം എന്ന് പറഞ്ഞ അങ്ങനെ യേശു കർത്താവ് കടന്നു വരികയാ. പീലാത്തോസിന്റെ ഗവത എന്ന കൽത്തോളം മുതൽ കാൽവറി വരെ യേശുവിന്റെ വ്യത ആരംഭിച്ചു. പീലാത്തോസിന്റെ ഗവത എന്ന കൽപ്പനയുടെ പ്രത്യേകതയുണ്ട്. ഒരു മനുഷ്യനെ അടിക്കാൻ ഏൽപ്പിച്ചാൽ അവനെ അവിടെ റാ പോലെ വളച്ചു നിർത്തും. ചൂണ്ടകളും അസ്ഥികഷ്ണങ്ങളും ഈയക്കട്ടകൾ കൊണ്ട് നിറഞ്ഞ ശാക്തമാറുമായി 2 പട്ടാളക്കാർ അടുത്തു വരും. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു മനുഷ്യനെ അടിക്കാൻ ഏൽപ്പിച്ചാൽ അവൻ അടിക്കുമ്പോൾ അവൻ നിലവിളിക്കുന്ന ശബ്ദം 1.5 കിലോമീറ്ററോളം കേൾക്കാമെന്ന് ലോകം മുഴുവൻ ചരിത്രം വിളിച്ചു പറയുമ്പോൾ ഇതാ യേശുവിനെ പുറത്തെ ചാട്ടവാറുകൾ ആഞ്ഞാഞ്ഞ് വധിക്കുമ്പോഴും യേശു മൗനമായി നിൽക്കുക. എന്താണ് കാരണം? എന്റെയും നിന്റെയും പാപം ഏറ്റെടുത്തുകൊണ്ട് അതാ ആ പീലാത്തോസിന്റെ ഗവത എന്ന കൽപ്പനയ്ക്ക് ഒഴിവാക്കട്ടോ അവന്റെ പേരെ യേശു. ഇന്ന് പകൽ നീ ചെയ്ത സകല പാപവും ഏറ്റെടുത്തുകൊണ്ട് പുറത്തെ ചാട്ടവാറുകൾ ആഞ്ഞു വധിക്കുമ്പോഴും പിതാവേ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ ഒറ്റ ഒരുവരുണ്ടെങ്കിൽ ഇന്ന് പകൽ അവന്റെ പേര് കർത്താവ് യേശു ക്രിസ്തു. ചാട്ടവാറുകൾ ആഞ്ഞു വധിക്കുമ്പോഴും തലയിൽ ഏകദേശം അവിടെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്, ആ
ഇസ്രായേൽ ദേശത്ത് 25 പരം വിഷമുള്ളുകളുള്ള സ്ഥലത്ത് അതിൽ ഏറ്റവും വിഷം കൂടിയ മുള്ളുകൊണ്ട് ഒരു കിരീടമുണ്ടാക്കി യേശുവിന്റെ തലയിൽ അവർ അടിച്ചിറക്കി. എന്നിട്ട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് പകലിലെ ഇന്ന് ദേശത്തോട് പറയാം, ഇങ്ങനെ നിന്റെ പാപത്തിന് വേണ്ടി അടികൊണ്ടും ഇടികൊണ്ടും തിപ്പലേറ്റും കൊണ്ട് യേശു കർത്താവ് സഹിക്കുന്ന സഹനം ആർക്കുമെല്ലാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന് പകലില് ആ യേശുവിന് വേണ്ടി ഹൃദയങ്ങൾ ഒന്ന് വിട്ടുകൊടുക്കാൻ കഴിയുമോ? നീ നാളുകളായി പാപത്തിന്റെ ഏറ്റവും അടിമത്തിൽ കിടന്ന് രക്ഷപ്പെടാൻ കഴിയാതായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ആ സ്നേഹത്തിലേക്ക് ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. യേശു കർത്താവ് കടന്നു വരികയാണ്. അങ്ങനെ 80 കിലോയോളം ഭാരമുള്ള ഒരു പച്ച പൈമര കുരിശുമായി യെരൂശലേം തെരുവിൽ കൂടി യേശു നടന്നു വരികയാണ്. ഇന്ന് പകലില് യേശുവിനെ പ്രസംഗിപ്പാൻ ഞങ്ങൾ ആവശ്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, യെരൂശലേം തെരുവിൽ കൂടി പച്ച പൈമര കുരിശുമായി അതാ യേശു കടന്നു വരികയാണ്. 14 സ്ഥലത്ത് വീണ്ടും എഴുന്നേറ്റും ഷാട്ടമാറുകൾ ആഞ്ഞു പതിക്കുമ്പോഴും യേശു പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കുക. ഇന്ന് പകലില് നീ ചെയ്ത സകല പാപം ഏറ്റെടുത്തുകൊണ്ട് ഒരു വരുന്ന കണ്ടോ? ഇന്ന് പകൽ അവനെ ഞങ്ങൾ ദേശത്ത് ഉയർത്തുന്നത്. യേശു കടന്നു വരികയാണ്. അനേക സ്ത്രീകൾ യേശുവിന്റെ മുമ്പിൽ യേശുവിന്റെ കരഞ്ഞുകൊണ്ട് വരികയാണ്. കരഞ്ഞുകൊണ്ട് വരുന്ന സ്ത്രീകളെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, എന്നെ ചൊല്ലിക്കരയണ്ട. യേശു പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയണം. ഇന്ന് പകൽ ഈ ദേശത്ത് നിന്നൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ച മണ്ണിൽ നിന്നുകൊണ്ട് കർത്താവ് യേശു വിളിച്ചു പറഞ്ഞു, എന്നെ ചൊല്ലിക്കരയണ്ട. ഇന്ന് പകൽ ഈ ദേശത്തോട് പറയാം, യേശുവിന്റെ പേര് പറഞ്ഞ ആരും കരയണ്ട, യേശുവിന് വേണ്ടി ആരും കരയണ്ട. പിന്നെ ആർക്ക് വേണ്ടി കരയണം? നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയണം. എന്തുകൊണ്ടാണ് യേശു പറയാൻ ഇടവന്ന സാഹചര്യം നമുക്കറിയാമോ? നിങ്ങൾ നോർത്തു നോക്കിയേ, ഇന്ന് പത്രമൊക്കെ എടുത്ത് ഒന്ന് വായിച്ചു നോക്കണം, ഇത് പറഞ്ഞത് ശരിയാണോ എന്ന്. എത്ര കുഞ്ഞുങ്ങളാണ് മദ്യത്തിനടിമയാകുന്നത്, എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്. 4ാം ക്ലാസ് മുതൽ എത്ര കുഞ്ഞുങ്ങളാണെന്നറിയാമോ ആത്മഹത്യ ചെയ്യുന്നത്? നിങ്ങൾ പത്രമൊക്കെ എടുത്ത് വായിക്കുന്ന സ്നേഹിത, കഴിഞ്ഞ ദിവസം പിടിക്കുന്ന ഒരു കൊച്ച് ട്യൂഷന് പോകുന്നത് നിസ്സാര ഒരു കാര്യം പറഞ്ഞുള്ളൂ, ആ കുഞ്ഞു പോയി ആത്മഹത്യ ചെയ്തു. അങ്ങനെ എത്ര കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദേശത്തോട് ശാന്തമായിട്ടൊരു കാര്യം വിളിച്ചു പറയാം, നമ്മുടെ തലമുറ അവരുടെ ജീവിതം ഇടയ്ക്ക് വെച്ച് അവസാനിക്കാനല്ല, നമ്മുടെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ ഇന്ന് പകൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകലില് നമ്മുടെ തലമുറ നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി അവര് കഞ്ചാവിന് അടിമയാകാതെ, മദ്യത്തിന് അടിമയാകാതെ, ആത്മഹത്യ ചെയ്യാതിരിക്കാൻ ഇന്ന് പകൽ യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ, നമ്മുടെ തലമുറ അവര് സന്തോഷം പ്രാപിക്കട്ടെ. അതുകൊണ്ടാണ് ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ച മണ്ണിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, എന്നെ ചൊല്ലി കരയണ്ട, നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ ഇന്ന് നമ്മൾ ദേശമേ നമ്മൾ തയ്യാറായേ മതിയാകൂ. ഇന്ന് പകല് നമ്മുടെ ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകൂ. നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ദേശമേ നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകൂ എന്ന് യേശു വിളിച്ചു പറയാനിട വന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ എത്ര പേർക്ക് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിട വരും? നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ മതിയാകൂ. അങ്ങനെ യേശു കർത്താവ് കടന്നു വരുന്ന വഴിക്ക് അങ്ങനെ ഗോൽഗോത്ത എന്ന സ്ഥലത്ത് 2 കള്ളന്മാരുടെ നടുവിൽ അതാ യേശുവിനെ അവരെ ക്രൂശിക്കുവാൻ കൊണ്ടുവന്നു. 3 ആണികളുടെ മേൽ അടിക്കപ്പെട്ടവരായി 2 കള്ളന്മാരുടെ നടുവിൽ കിടക്കുന്ന ഒരുവനെ കണ്ട് ഇന്ന് പകൽ ആ യേശുവിനെ ഞങ്ങൾ ഉയർത്തുകയാണ്. ഇന്ന് പകൽ ചങ്കുറ്റത്തോടെ ആവേശത്തോടെ ആ കിടക്കുന്ന യേശുവിനെ ഇന്ന് പകൽ ഹൃദയത്തിന്റെ അകത്തുനിന്ന് കടന്നു വരട്ടെ. 2 കള്ളന്മാരുടെ നടുവിൽ കിടക്കുന്ന യേശു കണ്ടോ? ഒരു കള്ളൻ യേശുവിനെ പരിഹസിച്ചു, ഒരു കള്ളൻ യേശുവിനെ സ്വീകരിക്കുവാനിട വന്നു. അവന്റെ എല്ലാ കാര്യങ്ങളും തീർന്നു. അവസാന നിമിഷം യേശുവിനോട് പറഞ്ഞു, ഗുരു അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണം. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. ഇന്ന് പകൽ ഒറ്റ കാര്യം, യേശുവേ അവൻ അവസാന നിമിഷം അവന്റെ ജീവൻ പോകുന്ന ചില മിനിറ്റുകൾക്ക് മുമ്പ് ആ യേശുവിന് വേണ്ടി ഒന്ന് സമർപ്പിക്കപ്പെട്ടു. യേശുവേ അങ്ങനെ ഓർക്കണം. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. നിന്റെ
പാപം എത്ര കടുചുവപ്പായാലും. ഇന്ന് പകൽ അനേക സ്ഥലങ്ങളിൽ നീ ചെന്നിട്ടും അനേക ഇടങ്ങളിൽ നടന്നിട്ടും നിന്റെ പാപത്തിന് ക്ഷമയില്ലാതെ നീ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് ഒറ്റ കാര്യമേ ഉള്ളൂ, ആ യേശുവിലേക്ക് നിന്റെ ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുക്കാൻ എത്ര പേർക്ക് കഴിയും? ഒരു നിമിഷം കള്ളനെ പോലെ കള്ളന്മാരുടെ നടുവിൽ കിടക്കുന്ന കർത്താവിനെ കണ്ടോ? ആ യേശു അവരെ കണ്ടാൽ ചരിത്രം അതിങ്ങനെയാണ്, കണ്ടാൽ ആളല്ല, ബിരുവമായി ഒരുവനെ കണ്ടോ? എന്തിനാണ് യേശു ബിരുവനായി തീർന്നത്? എന്റെയും നിന്റെയും പാപം മുഴുവൻ യേശു കർത്താവ് ഏറ്റെടുത്തു. ഇന്ന് പകൽ ആ യേശുവിലേക്ക് ഇന്ന് പകൽ സാർത്ഥമായി ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പകൽ ആ യേശു അങ്ങനെ മരിച്ചു, അടക്കപ്പെട്ടു. എല്ലാവരും സന്തോഷിച്ചു. എല്ലാവരും പറഞ്ഞു സുവിശേഷം തീർന്നു. യേശു അനേക 33 തിരുവീസ് വരെ ജീവിച്ച യേശു അനേക അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ചെയ്തു, മരിച്ചു. എല്ലാവരും പറഞ്ഞു ഇനി തീർന്നു. ഇന്ന് പകൽ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് എല്ലാവരും പറഞ്ഞു യേശു കല്ലറയുടെ അകത്ത് ഒതുങ്ങി, ഇനി അവരൊരിക്കലും പുറത്തു വരുവാൻ കഴിയത്തില്ല. കാരണം പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് അവർ പറഞ്ഞു, ഇവൻ ജീവിച്ചിരുന്നവർ പറഞ്ഞിട്ടുണ്ട് ഇവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും, അതുകൊണ്ട് ഇവനെ വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് കാവൽക്കാരെ ഇവിടെ നിർത്തി. റോമ ഗവൺമെന്റ് ഇമ്പീരിയ മുദ്രയാൽ അത് മുദ്ര ചെയ്യപ്പെട്ടു. എവിടെ? സുവിശേഷം ഇവിടെ തീർന്നു. ഇന്ന് പകൽ ഈ ദേശത്തോട് ചങ്കുറപ്പോടെ ഞാനൊരു കാര്യം വിളിച്ചു പറയാം. അങ്ങനെ യേശുവിനെ കല്ലറയുടെ അകത്ത് ഒതുക്കിയിട്ട് അവരെല്ലാവരും സന്തോഷിക്കാനിടവന്നു. പക്ഷെ 3 ദിവസമേ അവരെ കല്ലറയുടെ അകത്ത് യേശുവിനെ ഒതുക്കുവാൻ കഴിഞ്ഞുള്ളൂ. ഇന്ന് പകൽ ദേശത്തോട് പറയാം, ഇന്ന് പകൽ യേശുവിനെ പ്രസംഗിപ്പാൻ ദേശത്ത് ഈ ഉടുമ്പൻചോല പ്രദേശത്ത് നിന്നുകൊണ്ട് യേശുവിനെ ചങ്കുറപ്പോടെ പ്രസംഗിക്കുവാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു കല്ലറ കൊണ്ട് അവസാനിച്ചവനല്ല, മരണം കൊണ്ട് അവസാനിച്ചവനല്ല. 3 ദിവസമേ യേശുവിനെ കല്ലറയുടെ ഒതുക്കാൻ കഴിഞ്ഞുള്ളൂ. 3-ാമത്തെ ദിവസം ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുവർ ഉയർത്തെഴുന്നേറ്റു. അവന്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. ഇത് പകലില് ഉടുമ്പൻചോല ദേശത്തോ ചങ്കുറപ്പോടെ പറയാം, ഞാൻ ഉയർത്തി കാണിക്കുന്ന കർത്താവ് യേശു മരണം കൊണ്ട് അവസാനിച്ചവരല്ല, അവൻ മരണത്തിന് ജയമെടുത്ത ഒരൊറ്റ ഒരുവനേ ഉള്ളൂ. അവന്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. യേശുവിനെ ഏത് സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കപ്പെടാൻ കാരണം യേശുവാണ്. യേശുവിന്റെ ജീവിതത്തിൽ വന്നതാണ് ഞാൻ വലിയ സമാധാനം ഉണ്ടായത്. നിങ്ങൾക്കറിയാമോ, ലോകം കണ്ട അനേക മഹാന്മാർ മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പില് അനേകർ മുട്ടുമടക്കി. ഒരു കവിശ്രീ ഇങ്ങനെ പാടിയില്ലേ, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും കാലചക്ര വിഭ്രമത്തിൽ അമർന്നുപോയി. പിന്നെ നമുക്കെന്ത് ശങ്ക, ഒന്നുമില്ലതിൽ എന്ന് പറഞ്ഞാൽ ലോകം കണ്ട അനേക മഹാന്മാർ മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പില് അവർ തോറ്റു മുട്ടുമടക്കിയപ്പോൾ ഞാൻ ഉയർത്തിക്കാണിക്കുന്ന കർത്താവ് അവനെ മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അവൻ മരണത്തെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ഒറ്റ ഒരുവനേ ഉള്ളൂ. അവന്റെ പേര് കർത്താവ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. തീർന്നില്ല, താമസമില്ല. തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ ചേർക്കാൻ എന്റെ യേശു മേഘത്തിൽ വരാൻ സമയമായി. ഇന്ന് പകലിന് ദേശത്തോട് വിളിച്ചു പറയാം, നമ്മുടെ രാജ്യത്തേക്ക് നോക്ക്, എത്ര യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ എത്ര ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങ് ഇറാനിൽ നടക്കുന്ന യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ അനുഭവിക്കുന്ന വേദന എത്ര കഷ്ടമാ നിങ്ങൾക്കറിയാമോ? ഗ്യാസ് സംബന്ധമായ അല്ലെങ്കിൽ പെട്രോൾ സംബന്ധമായ എന്തെല്ലാം വിഷയങ്ങളെ കടന്നു വന്നുകൊണ്ടിരിക്കുക. യുദ്ധം നടക്കുന്നത് എത്ര കിലോമീറ്റർ അപ്പുറമാ. പക്ഷെ നമ്മൾ ഇതൊക്കെ അനുഭവിക്കുക. പക്ഷെ ബൈബിളില് അതിന്റെ പ്രവചനം നിവൃത്തിയായി എത്തിക്കൊണ്ടിരിക്കുന്നതിന് ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. യേശുവോട് ചോദിച്ചു, നിന്റെ വരവിനും ലോക അവസാനത്തിനും എന്തെങ്കിലും പറയാൻ പറഞ്ഞു. അതിന്റെ സമയം പറഞ്ഞില്ല. അത് നടക്കുന്നതിന്റെ സാഹചര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, ഇതൊക്കെ കൊണ്ടേയും യേശുവിനെ മടങ്ങി വരുവനെ കുറിച്ച് വിളിച്ചു പറയുക. അതുകൊണ്ട് ഇന്നും പകലിന് ഉടുമ്പൻചോല ദേശത്തു നിന്ന് പറയുക, എന്റെ യേശു മടങ്ങി വരാൻ സമയമായി, എന്റെ യേശു മടങ്ങി വരാൻ സമയമായി. അതിനു മുമ്പ് ഇന്ന് പകലില് നീ എത്ര പാപത്തിന്റെ അടിമ ജീവിക്കുന്ന വ്യക്തിയാണോ, നിന്റെ പാപത്തിന് പ്രായശ്ചിത്തമായി മരിച്ച യേശുവിനെ ഇന്ന് പകൽ ആ ഹൃദയത്തിലേക്ക് ഒന്ന് സ്വീകരിക്കാൻ എത്ര പേർക്ക് കഴിയും? ഞാൻ വാക്കിൽ നിർത്താം. ഒരു കാര്യം, ഈ കേട്ട വചനം, യേശുവിനെ എനിക്ക് വേണം, എന്റെ ഹൃദയത്തിൽ എന്റെ യേശു വേണം.
നിങ്ങൾ നിൽക്കുന്ന ഇരിപ്പിടന്നിരുന്നു കൊണ്ട് നിങ്ങൾ ആരായിക്കോട്ടെ, നിന്റെ പേരോ ജാതിയോ വർഗോ വർണ്ണമോ ഒന്നും അറിയണ്ട, പക്ഷേ എനിക്ക് ആ യേശുവിനെ എനിക്ക് വേണം. എന്റെ ഹൃദയത്തില് എന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ നാളെ ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരിക്കാം. പക്ഷേ ഡോക്ടർമാരുടെ വിധിയെല്ലാം നിനക്കെതിരെയായിരിക്കാം. ഇനി ജീവിക്കേണ്ട ഓർത്ത് നീ ഭാരപ്പെടുന്നു. ഇല്ല സ്നേഹിത, നിനക്ക് അപ്പന് വേണ്ടെങ്കിൽ, അമ്മയ്ക്ക് വേണ്ടെങ്കിൽ, മക്കൾക്ക് വേണ്ടെങ്കിൽ യേശുവിന് ആവശ്യമുണ്ട്. യേശു നിന്നെ കൈവിടുന്നവർ യേശുവല്ല കേട്ടോ. ഇന്ന് പകലില് ആ യേശുവിലേക്ക് എത്ര പേർക്ക് ആ ഹൃദയങ്ങൾ ഒന്ന് സമർപ്പിക്കേണ്ടി വരും. യേശുപ്പാ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, അങ്ങ് എനിക്ക് വേണ്ടിയാണ് അങ്ങ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപം മുഴുവനും ആ കാൽവരുടെ മലമ ഏറ്റെടുത്ത ആ യേശുവിനെ എന്റെ നാഥനും എന്റെ കർത്താവുമായി സ്വീകരിക്കുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും? ഇന്ന് പകൽ ആ യേശു നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുക. നിന്റെ ജീവിതം എത്ര കരപുരണ്ടതായിരിക്കട്ടെ, എത്ര പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കട്ടെ, പക്ഷെ യേശുവിന് നിന്നെ സ്നേഹിക്കുക. ആ യേശുവിന്റെ സ്നേഹം, ആ യേശുവിന്റെ രക്തത്താൽ നിനക്ക് പാപത്തിൽ നിന്ന് മോചനമുണ്ട്. ഇവിടുത്തെ സകല രക്തവും, സകല ആടുകളുടെ മാംസ രക്തമൊക്കെ അവിടെ കിടക്കുമ്പോൾ അതിൽ നിന്ന് വിലപ്പെട്ട ഒറ്റ രക്തം ഉണ്ടെങ്കിൽ ആ രക്തം നിന്റെ പാപത്തിന് വേണ്ടി പാചകം വരിച്ചാൽ യേശുവിന്റെ രക്തമാ. ആ രക്തം ഇന്നും നിനക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തമാ. ഇന്ന് പകൽ ഹൃദയം ദുർഗത്തോടെ എനിക്ക് ആ യേശുവിനെ വേണമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? സ്നേഹിത, നിന്റെ ജീവിതത്തില് നാളുകളായി സമാധാനമില്ലാതെ നീ ആയിരിക്കുന്നുവെങ്കിൽ ആ യേശു നിന്നെ സ്വാർത്ഥമായി സ്വാഗതം ചെയ്യുക, യേശുവിനെ സ്വാഗതം ചെയ്യുക. പക്ഷെ ഒരു കാര്യം പറയാം, ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ ഒരു കാര്യം തന്നെ വാക്കിനെ നിർത്താം. യേശു കർത്താവ് കല്ലറ അകത്ത് അടയ്ക്കപ്പെട്ടപ്പോൾ എല്ലാവരും സുവിശേഷം തീർന്നു. പക്ഷേ യേശു കർത്താവ് മൂന്നാമത് ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ സുവിശേഷത്തിന്റെ ശക്തി ദേശത്ത് പുറപ്പെട്ടു. യേശു സ്വർഗ്ഗാരോഹണം ചെയ്ത് തൊട്ടു മുമ്പ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയണം. ഇന്ന് പകൽ യേശു പറഞ്ഞ വാക്കിനെ മാനിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്ത് ഞങ്ങൾ കടന്നത്. എന്താണ് യേശു പറഞ്ഞത്? സകല സൃഷ്ടികളോടും യേശുവിനെ കുറിച്ച് പറയണം. പക്ഷേ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ വേണ്ടി ഞങ്ങളുടെ എപ്പോഴുള്ള സഹോദരന്മാര് ദൈവവസ്ഥ ഇറങ്ങിയപ്പോൾ കേൾക്കണമോ, സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അനേകരെ എന്ത് ചെയ്തു? സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു, അനേകരെ തീക്ക് ഇരയാക്കി കളഞ്ഞു, അനേകരെ ജയിലിലടച്ചു, അനേകരെ കഴുത്ത് അറുത്ത് മാറ്റിവെച്ചു. എന്നിട്ട് പറഞ്ഞു സുവിശേഷം ഇടം കൊണ്ട് തീർന്നു. പക്ഷെ ഇന്ന് പകൽ ഞങ്ങൾ ഈ ദേശത്തോട് പറയാം, നിങ്ങൾക്ക് ഇന്ന് പകല് ഈ ദേശത്തോട് ചങ്കുറപ്പോടെ പറയാം, ഇന്ന് പകല് എന്നിട്ട് സുവിശേഷത്തിന് ഒരു കേട് സംഭവിച്ചില്ല. സുവിശേഷത്തിന് ഒരു നിൽപ്പാൻ അല്ലെങ്കിൽ അത് തകർച്ചു കളയുവാൻ ലോകത്തെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അനേക ചക്രവർത്തിമാര്, അനേക ഭരണാധികാരികള് സുവിശേഷത്തിനെതിരെ എഴുന്നേറ്റിട്ടും ഒരു ശക്തിക്കും സുവിശേഷത്തിനെ നിർത്തുവാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇന്ന് പകലില് ഈ സുവിശേഷം അതിന്റെ ജയിച്ച യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ആരൊക്കെ എതിരേറ്റ് വന്നാലും, ആരൊക്കെ ഏതൊക്കെ പ്രശ്നം കടന്നു വന്നാലും അതിന്റെ മുമ്പിൽ ജീവിക്കുന്ന ഒറ്റ മാർഗമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഈ സുവിശേഷത്തിന് വേണ്ടി മരിക്കാൻ വരെ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തോട് രക്തം വരെ കാൽ ഊറ്റി തന്ന ആ യേശുവിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ദേശത്തെ യേശു ഉയർത്തുന്നത്. അതുകൊണ്ട് മരണത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഭയമില്ല. എന്താണ് ഭയമില്ലെന്ന് കാരണമെന്ന് ചോദിച്ചാൽ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും അവൻ ജീവിക്കും. ഇത് പകൽ ആ യേശുവിലേക്ക് ഹൃദയത്തെ നമുക്ക് കൊടുക്കാൻ കഴിയുമോ? ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഇത് ഹാർദമായി സ്വാഗതം ചെയ്യുക. ഞാൻ വാക്കിലൂടെ നിർത്തുകയാണ്. അതിന് ഒറ്റ നിമിഷം, യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എനിക്ക് സമാധാനമില്ല, സന്തോഷമില്ല, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ യഥാർത്ഥമായിട്ട് ഒരു രാത്രി കിടന്ന് ശരിക്കും ഉറങ്ങുവാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് പകൽ യേശു പറയുക, ഇന്ന് പകൽ ഹൃദയം ഒന്ന് വിട്ടുകൊടുത്തേ, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു, എനിക്ക് ആ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ആ യേശുവിന്റെ സ്നേഹം നിന്റെ അടുക്കൽ വരികയാണ്. സ്നേഹിത, ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ നിന്റെ രോഗം ഏതും അവസ്ഥയുമായിക്കൊള്ളട്ടെ, ഏത് അവസ്ഥയായിക്കൊള്ളട്ടെ, പക്ഷെ യേശു നിന്റെ സൗഖ്യം ഇന്ന് പകൽ നിന്റെ മേൽ വരികയാണ്. ഒറ്റ കാര്യം ചെയ്യുക, ആ യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമാണ് യേശു മരിച്ചെന്ന് വിശ്വസിക്കുന്നു. ആ യേശുവിന് മുതൽ ഇന്നു മുതൽ ഞാൻ ജീവിക്കാം. ആ യേശുവിന്റെ സമാധാനം
ഇന്ന് പകൽ കടന്നു വരട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞാൻ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഈ ദേശത്തോട് കർത്താവിന്റെ വചനം, മാറ്റമില്ലാതെ വചനം പറയുവാൻ അഭിഷക്തന്മാരായി ഞങ്ങളെ കർത്താവ് ദേശത്ത് അയച്ചു. ഞങ്ങൾ കർത്താവെ ദേശത്തോട് ദൈവത്തിൽ ശക്തമായിട്ട് പറയുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഇന്ന് പകൽ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ഈ ദേശത്തെ സമർപ്പിക്കുന്നു. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെട്ട് ആയിരിക്കുന്നുവെങ്കിൽ യേശുവിന്റെ സൗഖ്യം അവിടെ കടന്നു വരട്ടെ. കർത്താവേ, ആരെങ്കിലും ആത്മഹത്യക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ എല്ലാ പ്രവണതകൾ യേശുവിന്റെ നാമത്തിലൂടെ മാറിപ്പോകട്ടെ. വലിയ സമാധാനം ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിലൂടെ സംഭവിക്കട്ടെ ഈ ദേശത്തെ. കർത്താവേ, ഇവിടെയുള്ള എല്ലാ വ്യാപാരി വ്യവസായികളോട് പ്രാർത്ഥിക്കുന്നു, ഓട്ടോ ഡ്രൈവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ശ്രമിച്ച എല്ലാവരെയും യേശുവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം തരുന്നു. പ്രാർത്ഥനയായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തുന്നു. യേശുക്രിസ്തു ഭൂതബാധിതരെ വിടുവിക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധയാത്മാവ് നൽകുന്നു. യേശുക്രിസ്തു രാജാതിരാജാവായി വേഗം വരുന്നു. അവൻ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.